ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. സോ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ സൈൻ ചെയ്തിരിക്കുന്നു. ഡേവിഡ് കച്ചാല എന്ന് പറയുന്ന സ്പാനിഷ് പരിശീലകനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾക്ക് ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഡേവിഡ് കച്ചാല എന്ന് പറയുന്ന 44 വയസ്സ് പ്രായമുള്ള സ്പാനിഷ് പരിശീലകനെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. പരിശീലകന്റെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഈ പരിശീലകൻ നിരവധി ക്ലബ്ബുകളിൽ നിന്നും പരിശീലകനായി നിയമിതനായിട്ടുള്ള സ്റ്റാറ്റ്സ് ഒന്നും ഇദ്ദേഹത്തിനില്ല. ഇദ്ദേഹം പരിശീലിപ്പിച്ച ക്ലബ്ബുകളിലേക്ക് വരികയാണെങ്കിൽ ലർണക്ക എന്ന് പറയുന്ന ഒരു യൂത്ത് ക്ലബിനെയും അതുപോലെ തന്നെ അവരുടെ സീനിയർ ടീമിനെയും അതുപോലെ തന്നെ ലിമാസോൾ എന്ന് പറയുന്ന ക്ലബിനെയും NK ഇസ്ത്ര എന്ന് പറയുന്ന ഒരു ക്ലബിനെയും അതുപോലെ തന്നെ അദ്ദേഹം അവസാനമായി പരിശീലിപ്പിച്ച ക്ലബ് എന്ന് പറയുന്നത് CE സബാഡിയൽ എന്ന് പറയുന്ന ഒരു ക്ലബിനെയാണ് അദ്ദേഹം അവസാനമായി പരിശീലിപ്പിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഇഷ്ട ഫോർമേഷൻ എന്ന് പറയുന്നത് 4-2-3-1 എന്ന ഫോർമേഷനിലാണ് അദ്ദേഹം ഡേവിഡ് കച്ചാല എന്ന് പറയുന്ന പരിശീലകൻ പ്ലേയേഴ്സിനെ ഇറക്കുന്നത്. 4-2-3-1 എന്ന ഫോർമേഷനിലാണ് ഡേവിഡ് കച്ചാല എന്ന പരിശീലകൻ കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഫോർമേഷൻ 4-2-3-1 എന്ന് പറഞ്ഞ ഫോർമേഷനാണ്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, UEFA പ്രോ ലൈസൻസ് ഉള്ള ഒരു പരിശീലകൻ കൂടിയാണ് ഡേവിഡ് കച്ചാല എന്ന് പറയുന്ന ഈ സ്പാനിഷ് പരിശീലകൻ. ഇനി അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 44 വയസ്സുള്ള ഒരു പരിശീലകനാണ് ഡേവിഡ് കച്ചാല എന്ന് പറയുന്ന പരിശീലകൻ. ഒരു സ്പാനിഷ് പരിശീലകനാണ്. നിരവധി ക്ലബ്ബുകളിലൊന്നും പരിശീലിപ്പിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടിയും ഒരു മികച്ച പരിശീലകനെന്നോ അല്ലെങ്കിൽ ഒരു മോശം പരിശീലകനെന്നോ അവകാശപ്പെടാൻ പറ്റാത്ത ഒരു പരിശീലകനാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു ആവറേജ് പരിശീലകനാണ് എന്ന നിലയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ആവറേജ് പരിശീലകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ക്ലബ്ബുകളിലും മിഡ് സീസൺ സാക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മോശം പരിശീലകനാണ് എന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഇവാൻ വൊക്കുമനോവിച്ച് എന്ന് പറഞ്ഞ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് അത്ര വലിയ ഇമ്പാക്റ്റും അതുപോലെ തന്നെ അത്ര വലിയ പ്രൊഫൈലും ഒന്നും ഇല്ലാതെയാണ് ഇവാൻ വൊക്കുമനോവിച്ച് എന്ന് പറയുന്ന സർബിയൻ കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത്. ഇവാൻ വൊക്കുമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പല ആരാധകരും പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ഒരു പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതെന്ന്. പക്ഷെ ആ പറഞ്ഞവരെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിച്ച ഒരു ചരിത്രമാണ് ഇവാൻ വൊക്കുമനോവിച്ച് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകൻ നമുക്ക് കാട്ടി തന്നിട്ടുള്ളത്. അതുപോലെ ആകുമോ ഇദ്ദേഹം എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. സോ ഇദ്ദേഹം ഒരു ആവറേജ് പരിശീലകനാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുപോലെ തന്നെ ഇദ്ദേഹം നിരവധി ക്ലബ്ബുകളെ ഒന്നും പരിശീലിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഇദ്ദേഹത്തിനില്ല. ഇദ്ദേഹം വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞൊരു പരിശീലകനാണ്. ഇനി ഇദ്ദേഹം ആസ് എ പ്ലെയർ എന്ന നിലയിൽ ഒരു ഡിഫൻഡർ ആയിരുന്നു. ഒരു സെന്റർ ബാക്ക് പൊസിഷനിൽ കളിച്ചിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഡേവിഡ് കച്ചാല എന്ന് പറയുന്ന ഈ സ്പാനിഷ് താരം. സോ ഇത്രയൊക്കെയാണ് നമുക്ക് നിലവിൽ ഡേവിഡ് കച്ചാല എന്ന് പറയുന്ന ഈ പരിശീലകനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പരിശീലകൻ വന്നതിന് ശേഷം ഈ പരിശീലകൻ സൂപ്പർ കപ്പിലേക്ക് വന്നതിന് ശേഷം ഈ പരിശീലകന്റെ കൂടുതൽ വിശദാംശങ്ങൾ അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ സൈനിങ്ങിനെ കുറിച്ചും ഈ കോച്ചിനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ചിൽ ദാൻ ബൈ.